പെരിയ കേസ് കുറ്റവാളികളെ ഉടൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കും. 9 പേരെയാണ് കണ്ണൂർ ജയിലിൽ എത്തിക്കുക. CPIM നേതാവ് P ജയരാജൻ ജയിലിന് മുന്നിലെത്തി. ഞങ്ങളുടെ പ്രതിനിധി അരുൺ പൂപ്പറമ്പയുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഉടൻ തന്നെ അവരെ അങ്ങോട്ടേക്ക് എത്തിക്കുമെന്നതാണോ? അനുജ, രാവിലെ 8:15 വിയൂർ ജയിലിൽ നിന്നും ആ പെരിയ കേസ് പ്രതികൾ, അതായത് 9 പ്രതികളെയാണ് കണ്ണൂർ ജയിലിലേക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ, 10-ാം പ്രതി, അങ്ങനെ 9 പ്രതികളെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത്. നേരത്തെ ആ പ്രതികളുടെ അപേക്ഷ പരിഗണിച്ച് CBI കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ജയിൽ മാറ്റം ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുമ്പിലാണ്. ഇവിടെ പോലീസിൻ്റെ വലിയ തോതിലുള്ള സുരക്ഷാ വിന്യാസമുണ്ട്. കണ്ണൂർ ടൗൺ പോലീസിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ അനുജ സൂചിപ്പിച്ചതുപോലെ അല്പസമയം മുമ്പ് CPIM നേതാവ് P ജയരാജൻ ഈ ജയിലിന് മുന്നിൽ എത്തിയിരുന്നു. അദ്ദേഹം ഏകദേശം ഒരു 5 മിനിറ്റ് സമയം മാത്രമേ ഇവിടെ ചെലവഴിച്ചുള്ളൂ. പ്രതികളെ എത്തിക്കുന്ന ഘട്ടത്തിൽ ഇവിടെ എത്തിയതാണോ എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. പക്ഷേ അതിൽ കൃത്യമായി ജയരാജൻ മറുപടി പറഞ്ഞില്ല. പോയി തിരിച്ചു വരും എന്ന മറുപടിയാണ് ആ ഘട്ടത്തിൽ പറയാം എന്നാണ് ജയരാജൻ പറഞ്ഞത്. ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അംഗം കൂടിയാണ് P ജയരാജൻ. ഈ പ്രതികളെ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ P ജയരാജൻ കൂടി എത്തിയത് എന്ന കാര്യത്തിൽ ഇപ്പോഴെന്തായാലും വ്യക്തതയില്ല. എന്തായാലും അല്പസമയം മുമ്പ് അദ്ദേഹം ഇവിടെ എത്തി. ഇപ്പോൾ ജയിലിൽ നിന്ന് പോയിട്ടുണ്ട്. ഉടൻ തിരിച്ചു വരും എന്നതാണ് P ജയരാജൻ പറഞ്ഞിട്ടുള്ളത്. ഉടൻ തന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പെരിയ കേസ് പ്രതികളെ എത്തിക്കും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1-ാം പ്രതി A പീതാംബരൻ ഉൾപ്പെടെയുള്ള 9 പ്രതികളെയാണ് എത്തിക്കുന്നത്. പ്രത്യേക പോലീസ് സുരക്ഷയോടെയാണ് വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഇങ്ങോട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അവരെ മാറ്റുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ, ബന്ധുക്കളെ ഉൾപ്പെടെ കാണുന്നതിന് വേണ്ടി ഉള്ള ഒരു ക്രമീകരണം ഒരുക്കണം എന്നൊരാവശ്യം പ്രതിഭാഗം കോടതിയെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് CBI കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ജയിൽ മാറ്റ നടപടിയിലേക്ക് കടക്കുന്നതെന്നാണ് ഔദ്യോഗികമായ വിശദീകരണം. എന്തായാലും 1 മുതൽ 8 വരെയുള്ള പ്രതികൾ, 10-ാം പ്രതി, ഇങ്ങനെ 9 പ്രതികളെയാണ് എത്തിക്കുന്നത്. മറ്റ് കേസുകളിലെ 7 പ്രതികളെ കൂടി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ 16 പ്രതികളെയാണ് ഇങ്ങോട്ട് എത്തിക്കുക. അതിൽ 9 പ്രതികൾ പെരിയ കേസിലെ പ്രതികളാണ്. പെരിയ കേസ് കുറ്റവാളികൾ 9 പേരെയാണ് അല്പസമയത്തിനകം വിയ്യൂരിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിക്കുന്നത്. പ്രതികളുടെ ആവശ്യപ്രകാരം കോടതി നിർദ്ദേശം അനുസരിച്ചാണ് നടപടി. അല്പസമയത്തിനകം അവരെ അങ്ങോട്ടേക്ക് എത്തിക്കും.